നമ്മുടെ XV300 വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചെയ്തത് കമ്മോൺ സ്പീക്കർ ആട്ടോ പയനിയറിൻ്റെ. അതേപോലെ തന്നെ നമ്മൾ ഒരു ആംബിയൻസ് ലൈറ്റ് അതേപോലെ തന്നെ ലെഗ് റൂമിൽ ചെയ്തിട്ടുണ്ട്, വാമായിട്ട് ചെയ്താണത്. പിന്നെ നാഫ ലെതറിൽ അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഓയിൽ ഫിറ്റ്മെൻ്റ് ഒരു സീറ്റ് കവർ ചെയ്യാനുണ്ട്. ഈ കുഴി നികത്താത്തൊരു സീറ്റ് കവർ തന്നെ ചെയ്യുന്നുണ്ട്. ബ്ലാക്കും അതേപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിലാണ് അതിൻ്റെ ഡിസൈൻ വന്നത് കണ്ടോ. പിന്നെ നമ്മളൊരു കിടുക്കാച്ചി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ല ബാസ് എഫക്റ്റും അതേപോലെ തന്നെ നല്ല സൗണ്ടുള്ളൊരു ഇൻഫോർടൈൻമെൻ്റ് ആണ്. പലരും ചോദിക്കാറുണ്ട് സൗണ്ട് ഇത്തിരി കൂടുതലുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് ഇറങ്ങി വന്നു. ആ ഒരു സംഭവമാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഇറങ്ങിയാണ് ഇത് വന്നത് നമ്മുടെ ഷോപ്പിൽ. ഇത് രണ്ടാമത്തെ വണ്ടിക്കാണ് ഇപ്പോൾ ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു സംഭവം. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വാഗണറിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെയുള്ള നമ്മൾ വിനൈൽ ഫ്ലോറിംഗ് ആണ്. അടിപൊളിയായിട്ട് നമ്മൾ കറക്റ്റ് ഒരു വലിച്ച് ടൈറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിനൈൽ ഫ്ലോറിംഗ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. പിന്നെ നമ്മുടെ റൂഫ് റെയിൽസ് ആണ് ചെയ്തത്. ഇത് ABS ക്വാളിറ്റിയുള്ള റൂഫ് റെയിലാണ് ചെയ്തത് കണ്ടോ. ഇതിൽ റൂഫ് റെയിൽ വരാത്തൊരു വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റ്മെൻ്റാണ്. കമ്പനി വന്ന ഒരു റൂഫ് റെയിലിന് അതേ ലുക്കിലുള്ളൊരു റൂഫ് റെയിൽസ് തന്നെയാണ് ശരിക്കും. ഇതിൽ സിലിക്കോണൊക്കെ ഇട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. സിലിക്കോണൊക്കെ ജസ്റ്റ് ഒന്ന് കളയാനുണ്ട്. പിന്നെ നമ്മൾ ഷാർക്ക് ആൻറ്റിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്പോയിലർ ചെയ്തിട്ടുണ്ട് ABS ക്വാളിറ്റിയുള്ള ബ്ലാക്ക് തന്നെയാണ് ചെയ്തത് കേട്ടോ, ഗ്ലോസി ബ്ലാക്കിൽ തന്നെയാണ്. ഇത് ഹോൾ അടിച്ചല്ല ചെയ്യണത്, ക്ലാമ്പിലാണ് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് ഹോൾ അടിക്കുന്നത് വെള്ളം ലീക്ക് കാര്യമൊന്നുമില്ല. പിന്നെ ലൈറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ റിവേഴ്സ് ക്യാമ ചെയ്തത് ഈ ഒരു പോർഷനിലാണ്. ഇത് ബ്രാക്കറ്റ് ക്യാമല്ല ചെയ്താണത്, ഓയിൽ ഫിറ്റ്മെൻറ്റ് ക്യാമറ ചെയ്തിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ XV300 എഴുതിയ സ്കപ്പ് ലൈറ്റ് ആടാ. ഇത് സ്റ്റീലാണ്, തുരുമ്പുടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ലൈറ്റൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് കൂടുതലാണ്, അതുകൊണ്ടാണ് ലൈറ്റ് ഇല്ലാത്ത സ്കപ്പ് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടാണ് നമ്മുടെ സെൻട്രൽ ലോക്ക് കേട്ടോ. ഇതിൻ്റെ ഫ്ലിക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. ഇത് ലോക്ക് ആയിട്ടാ. ഇതിന് മാനുവലുള്ളൊരു വണ്ടിയാണ്. അൺലോക്ക് ചെയ്യാം കണ്ടോ. ഇപ്പോൾ ഇത്രയത്തിനുള്ളൂ. ഇതിൽ വേറെ ആക്ടിവേറ്റേഴ്സൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. മാനുവൽ വണ്ടിക്ക് കൊടുത്താൽ മതി. ഈ ലുക്കിലാണ്. ഇതൊന്ന് ഇത് ഓൺ ചെയ്ത് കാണാം. ഓൺ ചെയ്തേ കണ്ടോ. ഈ ലുക്കിലാണ് DRL വരിക. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഇങ്ങനെ ഒരു പീസും കൂടി വരും. നമുക്കത് വെക്കാനുള്ള ഓപ്ഷനില്ല. ഇത് ഹെഡ്ലൈറ്റ് സെപ്പറേറ്റ് ചെയ്താലോ, ഫുൾ ഓപ്ഷൻ ഹെഡ്ലൈറ്റ് ചെയ്താൽ മാത്രമാണ് അങ്ങനെ കിട്ടുള്ളൂ. നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു DRL മാത്രമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പീസ് മാറ്റിയിട്ട് നമുക്ക് DRL ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഫോഗ് ലാമ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചാട്ടെ കണ്ടോ. അത്യാവശ്യമല്ല, നല്ല രീതിയിലുള്ള വെട്ടം കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോഗ് ലാമ്പിലുണ്ട്. ജസ്റ്റ് ഞാൻ ഓഫ് ചെയ്തറാ മുമ്പോട്ട് കാണിച്ചു തരാം. എന്നിട്ട് കണ്ടോ, നമ്മുടെ ഈ ഒരു ഹെഡ് ലാമ്പിനെക്കാട്ടും വെട്ടം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോഗ് ലാമ്പ് ഉണ്ട് കേട്ടോ. ഇത് നല്ല 1 ഇയർ റീപ്ലേസ്മെൻ്റ് ഉള്ള ഫോഗ് ലാമ്പാണ്. പിന്നെ നമ്മുടെ വിൻഡ് 90 കോപ്പർക്ക് ഒരു ഹോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം, ഹോൺ ചെയ്യിപ്പിച്ചു തരാം. അപ്പോൾ ഈ ഒരു ടൂണിലാണ് നമ്മുടെ വിൻഡ് 90 കോപ്പർക്ക് ഒരു ഹോൺ കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മളെ ഈ ഒരു XV300 വർക്ക് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ഇതിൻ്റെയൊക്കെ ചാനലിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു റെഡ് വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ നമ്മൾ കാണിക്കാൻ കേട്ടോ. ഓക്കെ.